നമുക്കിന്ന് നല്ല രസമുള്ള ഒരു രസം ഉണ്ടാക്കാം. അതിനായിട്ട് പുളി ഞാൻ എടുത്ത് വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും 7 വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിൽ കുറച്ച് ഉലുവയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയായിട്ടല്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയില്ലേ, അതിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസമുള്ള അടിപൊളി